ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ബാങ്കിംഗ് സേവനങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് ഫെഡ് മൊബൈൽ എന്ന് പറയുന്നത്. ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്കിൽ പോയി ചെയ്യേണ്ട മിക്ക കാര്യങ്ങളും നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കഴിയും. ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫെഡ് മൊബൈൽ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ നിന്നും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഫെഡറൽ ബാങ്ക് ഇന്റർനെറ്റ് ബാങ്കിംഗ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ഫെഡറൽ ബാങ്ക് ATM കാർഡിന് എങ്ങനെയാണ് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് തുടങ്ങിയ വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോകൾ ഉൾപ്പെടുത്തിയ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫെഡ് മൊബൈൽ ആപ്പിൻ്റെ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു 4 MPIN ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. MPIN എൻ്റർ ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഇതിൻ്റെ ഒരു ഹോം പേജിലോട്ട് ഇതുപോലുള്ള ഈ ഒരു സ്ക്രീനിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ശേഷം ഇവിടെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ 3 ലൈൻസിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇവിടെയുള്ള സർവീസ് റിക്വസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ സർവീസ് റിക്വസ്റ്റ് മെനു ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ അക്കൗണ്ട് സമ്മറി എന്നുള്ള ഈ ഒരു ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ മുകൾ ഭാഗത്ത് അസറ്റ്സ് ലയബിലിറ്റീസ് എന്നൊക്കെ കാണാം. അതിന് താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ടുകൾ കാണാം. അവിടെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പേജ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഡൗൺലോഡ് ഓർ ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് ഓർ ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിൽ ഡൗൺലോഡ് ഓർ ഇമെയിൽ എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഡ്യൂറേഷൻ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പീരീഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ പീരീഡ് പ്രീസെറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലാസ്റ്റ് 30 ഡേയ്സ്, ലാസ്റ്റ് 90 ഡേയ്സ്, ലാസ്റ്റ് 180 ഡേയ്സ്, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, ഓൾ ട്രാൻസാക്ഷൻസ്, സെലക്ട് ഡേറ്റ് റേഞ്ച് എന്നിങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള ഒരു പീരീഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പീരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്നല്ല, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡേറ്റിലേതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്തുള്ള സെലക്ട് ഡേറ്റ് റേഞ്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് എന്നിങ്ങനെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ളതിന് അതിന് നേരെയുള്ള കലണ്ടറിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഏത് ദിവസം മുതലാണോ വേണ്ടത് ആ ഒരു ദിവസം നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻഡ് ഡേറ്റ് എന്നുള്ളതിലും ഇതുപോലെ തന്നെ അതിന് നേരെയുള്ള കലണ്ടറിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുള്ള പീരീഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പാസ്വേഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പാസ്വേഡ് കണ്ടെത്തുന്നതിന് വേണ്ട ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം ദിവസത്തിൻ്റെ 2 ഡിജിറ്റും അതുപോലെ മാസത്തിൻ്റെ 2 ഡിജിറ്റും ആയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ പാസ്വേഡ് വരുന്നത്. ശേഷം ഇവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഫയൽ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ആ ഓപ്പൺ ആകുന്ന ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള അൺലോക്ക് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത നമ്മുടെ ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.